അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ നിലമ്പൂർ ചുങ്കത്തറയിൽ വന്നപ്പോൾ മലപ്പുറത്ത് ജീവിക്കാൻ പറ്റാത്തൊരു നാടാണെന്നും മലപ്പുറത്തെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. സമുദായത്തിനൊന്നും കിട്ടുന്നില്ല, വളരെ ഞെങ്ങി ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി. വലിയ വിമർശനവും പ്രതിഷേധമൊക്കെ ഉണ്ടായി. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അല്ല, അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരിക്കലും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന NSSൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, അങ്ങനെ SNDPയുടെ ജനറൽ സെക്രട്ടറി ആ രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര ബുദ്ധിയില്ലാത്തയോ അറിവില്ലാത്ത മനുഷ്യനല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയും. ഇത് നിലമ്പൂർ രാഷ്ട്രീയവുമായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി പിണറായി വിജയൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചന നടത്തിക്കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ പറഞ്ഞയച്ചതാണ്. കാരണം അദ്ദേഹം പറഞ്ഞ സംഭവ വികാസങ്ങളും യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഇവിടെ യാതൊരു പുലബന്ധവുമില്ല. എന്തിനാണ് അദ്ദേഹം നിലമ്പൂരിൽ വന്നത് ഈ വയ്യാത്ത സമയത്ത്? ഇത്ര ദൂരം യാത്ര ചെയ്ത് വരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമോ അല്ലെങ്കിൽ അവിടെ സംഘടനാപരമായ സാഹചര്യമൊന്നും നിലമ്പൂരിലില്ല. ആ വരവ് തന്നെ പർപ്പസ്ഫുള്ളിയാണ്, നമ്പർ 1. നമ്പർ 2, അദ്ദേഹം അവിടെ പറഞ്ഞ കണക്കുകൾ, വോട്ടിംഗ് പാറ്റേൺ ആരാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്? എവിടെ നിന്നാണ് അദ്ദേഹത്തെ കിട്ടിയത്? SNDPയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. SNDP സ്ഥാനാർത്ഥിയെ നിർത്താറില്ലല്ലോ. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എല്ലാം പഠിച്ച് ഇവിടെ വന്നിട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളല്ലേ ഈ ജില്ലയിലെ ജനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ അതറിയാം. ഇവിടെ ശ്വാസം മുട്ടുന്നു. ആരാണ് ഇവിടെ ശ്വാസം മുട്ടുന്നത്? ഇത്രയും ഈ പറയുന്ന കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലൊരു സ്ഥലത്തുണ്ടോ? ഇവിടെ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഹൈന്ദവരായാലും ഞങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒരാൾക്കും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് അദ്ദേഹം ആ വസ്തുത ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാറി വരുന്നത് ആരാണ്? അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. ഇവിടുത്തെ പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ 50% മേലെ ഇപ്പോൾ തന്നെ നോൺ മുസ്ലിം കമ്മ്യൂണിറ്റി 60% നോൺ മുസ്ലിം കമ്മിറ്റിയിലെ പ്രസിഡന്റുമാരാണ്. ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതങ്ങനെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു അടിസ്ഥാനവുമില്ലാതെ. ഇനി വേറൊരു കാര്യം എടുക്കുക, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഇവിടെ ഉണ്ടായ ഉയർച്ച, ആ ഉയർച്ചയിൽ ഇവിടുത്തെ നോൺ കമ്മ്യൂണിറ്റി, ഈ പറയുന്ന ഹൈന്ദവ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഒപ്പമാണ്. 970കളിലാണ് നമ്മുടെ പ്രവാസ ലോകം ആരംഭിക്കുന്നത്. ആ പ്രവാസ ലോകത്തേക്ക് 10 വർഷത്തോളം ഫസ്റ്റിൽ കടന്നു പോകുന്നത് ആരാണ്? ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയായ ഒരു നോൺ മുസ്ലിമിനെ പിറ്റത്തെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തോട് കൂടിയിട്ട് അവർ കൊണ്ടുപോവുകയാണ്. ഈ ജില്ല പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കും. അവരെ സാമ്പത്തിക ഉയർച്ച നോക്കും. ആരതുണ്ടാക്കി കൊടുത്തത്? തൊട്ട അയൽവാസിയും 4 വീടിന് അപ്പുറവുമുള്ള നോൺ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളെ കൈപ്പിടിച്ച് വിസ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് പൈസ കൊടുത്ത് കൊണ്ടുപോയി ജോലിയാക്കി പിന്നീട് അവരെ കച്ചവടക്കാരായി, ചിലർ ജോലി ചെയ്യുന്നവരായി അവരെ വളർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചുവെക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വിഷയവുമില്ല. ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് പോലും ഇവിടെ ഒരു മെഴുകുതിരി പോലും കത്തിക്കാതെ, മനസ്സിലായോ, ഇവിടെ മതേതരത്വം കാക്കാൻ നിലപാടെടുത്ത ജനങ്ങളുള്ള നാടാണ് ഈ മലപ്പുറം ജില്ല. അവിടെ വന്നിട്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരക്കേടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞതാണ്. അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. അത് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ അത് തിരിച്ചറിയും. ആ തിരിച്ചറിവോട് കൂടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന നിലമ്പൂരിൽ ഉണ്ടാക്കാൻ പിണറായി ഉദ്ദേശിച്ച ആ കുത്തിത്തിരിപ്പൊന്നും നിലമ്പൂരിൽ നടക്കില്ല. നിലമ്പൂരിൽ പിണറായിക്കെതിരെയുള്ള സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന്, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പിണറായിസത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യ സാമ്പത്തിക ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ അവസാനത്തെ ആണി ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജനങ്ങൾ അടിക്കും. അതാണ് അതിൻ്റെ വസ്തുത.